പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ഫലമായി കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ധ്യാനത്തിൻ്റെയും ആരാധനയുടെയും ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന ഈ വെളുപ്പാങ്കാലത്തിൽ നിന്ന് പ്രാർത്ഥന കൂടുന്ന, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യപ്പെടുന്നത്, ചില സമയത്ത് ചിലർക്ക് രോഗികൾ താമസമൊക്കെ പോകും എഴുന്നേക്കാൻ. ഇപ്പം കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ 5:30 കൂടാൻ പറഞ്ഞിരിക്കണത്. എല്ലാവരും തടിയെ ജീവനുള്ളവരെല്ലാം ആ സമയം തന്നെ കീപ്പ് ചെയ്യാൻ നോക്കണം. അപ്പം ചിലപ്പോൾ വിമാനത്തിലൊക്കെ ആയിപ്പോവും ആ സമയത്ത്, അല്ലെങ്കിൽ വാഹനത്തിലായിപ്പോവും. അപ്പം ആ ഒരു എക്സെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് പറ്റുന്ന സമയത്താണ് കൂട്ടണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. കർത്താവെ, ആ സമയത്ത് എപ്പോൾ കൂടിയാലും അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം.
കർത്താവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ഒരു സന്ധിപ്പുള്ളൂ. നീയാണ് വഴി, നീയാണ് വാതിൽ. നിന്നിലൂടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പൂർണ്ണമായി അടിയറ വെച്ചിരിക്കുകയാണ്. കർത്താവെ, ശാരീരികമായി തളർന്നു കിടക്കുന്നവരുണ്ട്, ശാരീരികമായി രോഗാതുരര്, പനി പിടിച്ചിരിക്കുന്നവരും, കടലിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്തവരും, പൊങ്ങിയിട്ട് നീരും വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്, വേദന ഉള്ളവരുണ്ട്. അവരെല്ലാം ദൈവമേ സ്പർശിക്കണമേ. കർത്താവെ, എവിടെ പോകാനാണെന്നും വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞ് കിടക്കുന്നവരുണ്ട്. അവർ പോകുന്ന കാര്യങ്ങൾ നടക്കത്തില്ലാത്തത് കൊണ്ട് അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. ദൈവം, എങ്കിലും ഞാൻ അവരെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുകയാണ്. അവർ പോകും ദൈവമേ. അവിടെ കൂടെ അമ്മയെ, പരിശുദ്ധമ്മേ, അമ്മ പോകണം. സഞ്ചാരി മാതാവേ, അവിടെ കഴിവ് കൊണ്ടല്ല, അവരെടുത്ത ഉടമ്പടിയുടെയും അവർ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിച്ചിരിക്കുന്ന കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലും ആധാരത്തിലും ഓ ദൈവമേ, തന്നെ പറയാൻ കഴിവില്ലാത്തവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, പലതരത്തിലുള്ള ആക്ഷേപങ്ങളിൽ ജീവിക്കുന്നവരവിടെ എല്ലാം കർത്താവേ നീ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, മുതിർന്നവർ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വലിയ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓരോരോ തരത്തിലുള്ള പരീക്ഷ, PhD-ക്കാർ, അവിടെ വൈവകൾ, അവിടെ പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ഓരോരോ മേഖലകളിൽ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത്തിരി പഠിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി കിട്ടിയാലെന്നൊക്കെ ഓർത്ത് നിരാശപ്പെടാതിരിക്കാൻ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവമേ, മക്കളുടെ കഴിവിനേക്കാൾ ഉപരി നിൻ്റെ കൃപ കൊണ്ട് അവർക്ക് സമർത്ഥമായ മാർക്ക് കിട്ടി അവർ പിടിച്ചു കയറാനുള്ള കഴിവ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിൽക്കാത്ത തോട്ടങ്ങൾ, വിൽക്കാത്ത പാടങ്ങൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ വിറ്റുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങൾ, ഓരോരോ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ, കടകമ്പോളം നടത്താൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ, പുതുതായിട്ട് സംരംഭം ആരംഭിക്കാൻ പോകുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, യാത്ര ചെയ്യുന്നവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, യാത്രയ്ക്ക് വേണ്ട രേഖകൾ ക്രമീകരിക്കുന്നവർ, എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആരെങ്കിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ 7 ദിവസത്തിനുള്ളിൽ നിൻ്റെ വിഷയത്തിന് മേൽ ദൈവ തീരുമാനം ഉണ്ടാകും. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. പെന്തക്കോസ്ത യാത്രയാണ്. ആത്മീയ താരം നിക്കദേമൂസാണ്. നിക്കദേമൂസ് കർത്താവിൻ്റെയും ഭർത്താവിനെല്ലാം കേട്ടപ്പോൾ ചോദിച്ചത്, പ്രായമായി എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? യോഹന്നാൻ 3:4. നിക്കദേമൂസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രശ്നമാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോ പറയണത്, ഈശോ അതിനൊരു മറുപടി പറയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷെ ഇതിന്റെ ഷാർപ്പ് ആൻസർ ഏതാണെന്നറിയാവോ? അതായത് ആത്മാവിലും ജനിക്കണം, ആത്മാവും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതാണ് എൻ്റെ യഥാർത്ഥം. ഇത് ഈ നമ്മുടെ ജഡത്തെ മെറ്റീരിയലൈസ് ചെയ്യാനും സ്പിരിച്വലൈസ് ചെയ്യാനുള്ള ബൈബിൾ സൊല്യൂഷൻ ഇതാണ്. എന്താണ്? യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ശരിക്കും പറഞ്ഞ ബൈബിൾ വ്യാഖ്യാനത്തിലെ
വരേണ്ടത്. ഞാൻ അങ്ങനെയുള്ള വ്യാഖ്യാനം കേട്ടിട്ടില്ല. കർത്താവിക്ക് എന്തൊരു വെളിച്ചം കൊണ്ട് ഞാൻ പറയണാണിപ്പോൾ. ശരിക്കും ഈ പറയേണ്ടത് ഈ 3:4 3:4 കൂടെ, യോഹന്നാൻ 3:4 കൂടെ ലൂപ്പ് ചെയ്യേണ്ട വചനം 3:4 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ജഡം ഫലശൂന്യമാണ് എന്ന് 6:63 പറയുന്ന സംഭവം തന്നെയാണ് ഇപ്പം ഇവിടെ ഈശോ നിക്കോദേമോസിന് പറയണത്. എന്താ പറയണത്? യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പം ഈ തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ ഈ രണ്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ എന്താ മാർഗം? ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയണത് ഈ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ അവിടെയാണ് പ്രശ്നം, വാക്കാണ് പ്രശ്നം. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവത്തെ സ്പിരിച്വലൈസ് ചെയ്യാനുള്ള മാർഗം എന്താ? കർത്താവ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്ന് പറയണത് ഇതിനെ ഈ മെറ്റീരിയലായിട്ടുള്ള ജഡത്തെ സ്പിരിച്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയണത് വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും ജനിക്കാവുന്നതാണ് പറഞ്ഞത്. ഒരിപ്പോൾ ഞാൻ പെന്തക്കോസ്തയിലേക്ക് നമ്മൾ പോവുകയല്ലേ, അപ്പോൾ അതിൻ്റെ 3-ാം ദിവസമാണ് ഇന്ന്. ഇപ്പം പെന്തക്കോസ്ത യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പം ഇന്നെന്താ പറയണത്? ഒരു വ്യക്തി വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഈ യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് ഇതിനെ ഈ മെറ്റീരിയലിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളും ഇന്ന് പണ്ട് ജഡമായിരുന്നവർ, ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചിരുന്നവർ, വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ആയിട്ട് നടന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹം ചുരത്താൻ വേണ്ടി കൊച്ചിലൊക്കെ ഇടയ്ക്ക് വരെ സൽപ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആരാധനാക്രമങ്ങൾ വരെ നമ്മൾ സൂക്ഷിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുണ്ട ദൈവത്തിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിച്ച് തൽക്കാലത്തേക്കൊന്ന് കാര്യം സാധിച്ച് നിർത്തുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആധ്യാത്മികതയായിട്ട് വരും. അപ്പം അത് അപകടകരമാണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പെന്തക്കോസ്ത യാത്രയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി അധിഷ്ഠമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആധ്യാത്മികത ദൈവത്തെ പ്രവർത്തിക്കാൻ പറ്റിയ വ്യക്തികളായിട്ട് മാറും, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരും. പ്രാർത്ഥിക. കർത്താവായ ദൈവമേ, യോഹന്നാൻ 6:63 അനുസരിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിച്ച് ജഡമായ എന്നെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവപ്പെടുത്തിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് എന്നെ കൃപയിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ എന്നെ സഹായിക്കണം. ആദ്യമായി ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം കൊല്ലം, എൻ്റെ പേര് ദീപ. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എനിക്ക് 8 വർഷം കൊണ്ട് ഞാൻ ഒരിടത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ ജോലി പോയി. എൻ്റെ മോൾക്ക് കല്യാണം, ആ സമയത്ത് കല്യാണത്തിന് 4 മാസമേ ഉള്ളായിരുന്നു. എൻ്റെ മോൾക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും, പൈസ തരാമെന്ന് പറഞ്ഞവരെല്ലാം സമയമായപ്പോൾ മാറുകയും ചെയ്തു. അങ്ങനെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരി 2-3 വർഷത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസന അമ്മയുടെ അടുത്ത് വരണമെന്ന്. ആ സമയങ്ങളിലൊന്നും എനിക്ക് ജോലി കാരണം വരാൻ പറ്റിയില്ലായിരുന്നു. അന്ന് എൻ്റെ മോളും ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ മോളുടെ കല്യാണത്തിന് ആവശ്യമായ കാശിൻ്റെ കാര്യമായിരുന്നു. അവളെ കല്യാണ സമയം 4 മാസം ആ സമയം ആയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാവരും പൈസ തരാൻ തുടങ്ങി. എനിക്ക് ഒരു ചേച്ചി ഒരു മാല കൊണ്ട് തന്ന് ഒരു 2 ആഴ്ചത്തേക്ക് പണയം വെച്ച് മോളുടെ കല്യാണ ആവശ്യത്തിനുള്ള പൈസ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ അത് കല്യാണം നല്ലപോലെ ഞാൻ വിചാരിച്ച കാര്യം നല്ലപോലെ എൻ്റെ അമ്മ മാതാവ് നല്ലപോലെ നടത്തിച്ചു തന്നു. പിന്നെ ഞാൻ വിചാരിച്ച കാര്യം നല്ല കണക്ക് എൻ്റെ മോൾക്ക് എല്ലാം ചെയ്തു കൊടുക്കാനും അവരുടെ കല്യാണം നല്ലപോലെ നടത്തിക്കുവാനും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് സഹായിച്ചു തന്നു. തിരിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ സ്വർണ്ണങ്ങളും എനിക്ക് സഹായിച്ച അവരുടെ പൈസകളെല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞപ്പോഴും എനിക്ക് ജോലി ഒന്നും ആയില്ല. ഞാൻ ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ചേച്ചി വന്നു ചോദിച്ചു, ഒരു അമ്മൂമ്മയെ ഒന്ന് നോക്കാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച്.
ഞാൻ പറഞ്ഞു ഞാൻ പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 1 മാസത്തേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്ക് തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു അമ്മൂമ്മയെ ഞാൻ കണ്ടത്. ഞാൻ ആദ്യത്തെ ദിവസം അമ്മൂമ്മയെ കണ്ടപ്പം പോകുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മൂമ്മയെ നോക്കാനുള്ള മനസ്സ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി നിന്നു. പിറ്റേ ദിവസം മുതൽ അമ്മൂമ്മയ്ക്ക് ദേഹം മൊത്തവും വേദനയും, അമ്മൂമ്മയുടെ മക്കളാരും അമ്മൂമ്മയെ നോക്കാനും അടുത്ത് വരത്തേ ഒന്നുമില്ലായിരുന്നു. ഞാനിവിടുത്തെ ഉപ്പും തൈലവും കൊണ്ടുവന്ന് അമ്മൂമ്മയ്ക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ദേഹത്തെല്ലാം തേക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ എൻ്റെ അടുത്ത് മാത്രം സംസാരിക്കാൻ തുടങ്ങി. കിടപ്പിലായിരുന്ന അമ്മൂമ്മ പയ്യെ എഴുന്നേറ്റ് നടക്കുകയും എന്നെ പിടിച്ചിരിക്കുകയും എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും, പിന്നെ ആദ്യം അവരെ മക്കളൊന്നും വൃത്തിയില്ല എന്ന് പറഞ്ഞ് ആ റൂമിനകത്ത് വരത്തില്ലായിരുന്നു. പിന്നെ അമ്മൂമ്മയുടെ റൂമിനകത്ത് മക്കളെല്ലാം വന്ന് അമ്മൂമ്മ ഇങ്ങനെ നടക്കുന്നതെന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര അതിശയമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മൂമ്മ പറഞ്ഞ് എൻ്റെ അടുത്ത് 1 മാസത്തേക്ക് വന്നാൽ മതി, 1 മാസം വരെ അമ്മൂമ്മ കാണത്തുള്ളൂ, അമ്മൂമ്മ 1 മാസം ആകുമ്പോൾ മരിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ എന്നും അമ്മൂമ്മയ്ക്ക് ഇവിടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് ഉള്ള ഉപ്പും തൈലവും കൊണ്ടുപോയി കൊടുക്കുകയും വെള്ളത്തിൽ കലക്കി കൊടുക്കുകയും ഞാൻ എന്നും രാവിലെ അമ്മൂമ്മയെ തുടയ്ക്കും മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ അമ്മൂമ്മ 6 മാസം വരെ ജീവിച്ചിരുന്നു. ഡിസംബർ ആയപ്പോഴത്തേക്ക് അമ്മൂമ്മ മരിച്ച്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച്, ഇനി ഞാൻ ഒരിടത്തും ജോലിക്ക് പോകത്തില്ല, എനിക്ക് ഭയങ്കര കടവാണ്. ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കടക്കാരും എന്നെ എന്തെങ്കിലുമൊക്കെ പറയും, എനിക്കതും വിഷമമാണ്. ഞാൻ എന്ത് മരിക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് എന്തേലും സ്വന്തമായിട്ടൊരു ഉപജീവന മാർഗം തുടങ്ങാൻ ഒരു വഴി കാണിച്ചതാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തുടങ്ങാനായിട്ടുള്ളൊരു നിവർത്തിയുമില്ല. എൻ്റെ മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ആവാത്ത രീതിയിൽ എൻ്റെ അമ്മ എന്നെ എങ്ങനെയും സഹായിക്കണം, എനിക്കൊരു ഉപജീവന മാർഗം തുടങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എൻ്റെ അമ്മയെ ആ ഡിസംബറിൽ ഞാൻ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം പറഞ്ഞാൽ ഡിസംബർ 7-ാം തീയതിയല്ലേ, എനിക്ക് അതിന് മുമ്പായിട്ട് അമ്മ തരുവാണെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനായിട്ട് എൻ്റെ അമ്മ ഇടപെട്ടിച്ച് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉപ്പും തൈലവും എന്നും തേച്ച് ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. ഡിസംബർ 5-ാം തീയതി ആയപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സംരംഭം ഞാൻ താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടങ്ങുവാൻ ഇടവരുത്തി തന്ന മാതാവ്. ആദ്യം ഞാൻ അതിലൊരു വീട്ടിലൂണായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. ആദ്യം ഞാൻ 10 പേർക്ക് ചെയ്തു, പിന്നെ അത് 15 പേർക്കായി. പിന്നെ അത് അഭിപ്രായം അറിഞ്ഞ് എൻ്റെ അഭിപ്രായം നല്ലപോലെ അറിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പം ഞാൻ അന്ന് എനിക്കൊരാളായിരുന്നു എൻ്റെ കൂടെ സഹായത്തിന് നടത്തിയിരുന്നത്. ഇപ്പം എനിക്ക് 3 പേരുണ്ട്. എനിക്ക് വെളിയിലുള്ള ഓർഡറെല്ലാം വന്നു തുടങ്ങി. ഇപ്പം ഞാൻ അല്ലാതെ തന്നെ എൻ്റെ വീട്ടിലിരുത്തിയും ആൾക്കാർ കൊടുക്കുന്നുണ്ട്. 50 ഊണ് വരെ എനിക്ക് ആക്കി തന്നു. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്കൊന്നും ഞാൻ അപ്പോഴെല്ലാം ആലോചിക്കും, എനിക്കിതിലൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു കഴിവില്ല. ഞാൻ 18 വർഷം കൊണ്ട് വേറെ സ്ഥലങ്ങളിലെല്ലാം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊന്നും ചെയ്യാനുള്ളൊരു കഴിവില്ല. ഇതെല്ലാം നല്ല അഭിപ്രായങ്ങൾ തരുന്നതിനെല്ലാം അത് അമ്മയാണ്. അതൊക്കെ ഉള്ളത്, ആ അഭിപ്രായങ്ങളെല്ലാം അമ്മയ്ക്കുള്ളതാണ്. എനിക്കിതിലൊന്നും ഇതുമില്ല. ഞാൻ നിന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ മാതാവിനെ പ്രാർത്ഥിക്കുന്ന സ്റ്റാഫുകൾ എനിക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതേ കണക്ക് തന്നെ എനിക്ക് അങ്ങനെയുള്ള സ്റ്റാഫുകൾ വന്ന് അവർ രാവിലെ വരും, അവർ മെഴുകുതിരി എത്തിക്കും, പ്രാർത്ഥിക്കും. അവരെ രീതിയിലുള്ള എല്ലാം അവർ ചെയ്തു തുടങ്ങും. എൻ്റെ കൂടെ അവർ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. വലിയതല്ലേലും ചെറിയ രീതിയിൽ അവർക്ക് ശമ്പളം കൊടുത്ത് പോകാനായിട്ട് എൻ്റെ അമ്മ ഇടവരുത്തിച്ച് തന്നു. അത്രയൊക്കെ എൻ്റെ അമ്മ എനിക്കെല്ലാം ചെയ്തു തന്നു. ഓരോരുത്തരും എനിക്ക് ഓരോ അഭിപ്രായങ്ങളും പറയുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴെല്ലാം പറയും, ഇതൊന്നും ഇതൊന്നും അല്ല, ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ കഴിവാണ്. എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ട് ഞാൻ എല്ലായിടവും തൂത്തുവാരി കുടഞ്ഞ് എല്ലാവരും നല്ലപോലെ ഞാൻ വൃത്തിയായി തുടയ്ക്കും. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ അമ്മ ചെയ്തു തന്ന നന്ദി. എനിക്കൊരു ജോലി തന്ന് എൻ്റെ കൂടെ ഞാൻ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ഞാൻ 3 പേർക്ക് കൂടി എൻ്റെ കൂടെ നിർത്തി അവർക്കും ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസ ഞാനായാലും എൻ്റെ കൂടെ നിൽക്കുന്നവരായാലും അത് മേടിച്ച് അവരാദ്യം മാറ്റി വയ്ക്കും. ആ മാറ്റി വെച്ച് എനിക്ക് എത്ര വിഷമം വന്നു കഴിഞ്ഞാലും ഞാനത് എടുക്കത്തില്ല. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കടം ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അവർക്ക് കൊടുക്കുകയും, പിന്നെ അല്ലാതെ അനാഥ മന്ദിരത്തിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ വരുമ്പോൾ എനിക്ക് 1 രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള. ഇപ്പം എനിക്ക് സന്തോഷമായിട്ട് അവർ വരുമ്പം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങളവിടെ ഞായറാഴ്ച തോറും എനിക്ക് ഈ ഊണില്ല. അപ്പം ഒരാളിന് 10 ഊണ് പറയും അവർ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ 5 ഊണ് കൊടുത്ത് അവരെ കൂടെ കൊണ്ടു കൊടുക്കാൻ പറയും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് പത്രം മേടിച്ച് ഞാനിപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാവും. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ പള്ളികളിൽ ആദ്യം കൊടുക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പള്ളികളിൽ കൊടുക്കത്തില്ല. ഞാൻ ആശുപത്രികളിലും കടകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊണ്ടു കൊടുക്കും. പിന്നെ തൈലവും ഉപ്പും എൻ്റെ വീട്ടിൽ എൻ്റെ മോനോ മോക്കോ
ഞങ്ങൾക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഞാനത് പുരട്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അതേ കണക്ക് ആ അസുഖങ്ങൾ മാറി ചെയ്യും. എൻ്റെ വലത്തെ കാലുമുട്ട് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു, മുട്ടുകുത്തി ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മാതാവിൻ്റെ തൈലം ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് അത് കാലിൽ തേക്കുമായിരുന്നു. എൻ്റെ കാലിനിപ്പോൾ എനിക്കൊരു കുഴപ്പം, ഒരു വേദനയോ ഒന്നുമില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കടത്തിലും ഞാൻ എങ്ങനെ മുമ്പിൽ വിട്ട് പോകും, ഞാൻ മരിക്കണം എന്നുള്ള ഒറ്റ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നത്. അമ്മ എൻ്റെ കടങ്ങൾ, ഒരുവിധം കടങ്ങളെല്ലാം എനിക്ക് മാറ്റി തന്ന് എനിക്കൊരു സംരംഭവും തന്ന് അത് ഉയർത്തിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഇത്രയും തന്ന എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുന്നു. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ദീപ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, എല്ലാവരും ഉപേക്ഷിച്ച ഒരു അമ്മയെ ഏറ്റവും എളിമയിലും സ്നേഹത്തിലും ശുശ്രൂഷിക്കുവാൻ ഏറെ ക്ലേശകരവും ഒത്തിരി മുശുക്കുമണവുമുള്ള ഒരു മുറിയിൽ ഒരു അമ്മയെ ഏറെ നന്നായി ശുശ്രൂഷിക്കുവാനും വീട്ടുകാരും മറ്റുള്ളവരും പ്രതീക്ഷിക്കാത്തത്ര ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ഈ മകൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടിക്കൊണ്ട് ത്യാഗത്തോടെ നടത്തിയ ശുശ്രൂഷയാണ് ഈ ജീവിതത്തിന് അനുഗ്രഹത്തിന് ആധാരമായതെന്ന് സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ് ഒരു വീട്ടിലേക്ക് അവസാന ദിവസങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുകയും മക്കൾ പോലും മുറിയിലേക്ക് കയറാതെ ഉപേക്ഷിച്ചിട്ട ഒരു വാർദ്ധക്യത്തിലെത്തിയ അമ്മയ്ക്ക് വേണ്ടി മുഴുവൻ സമയവും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് എത്ര കണ്ട് ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും ദൈവം പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കും. നീ നൽകുന്ന ഒരു പാത്രം വെള്ളത്തിന് പോലും സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികളല്ല, നീയും നിൻ്റെ സ്വർഗസ്ഥനായ പിതാവും കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാനുള്ള പ്രവൃത്തികൾ എത്രത്തോളം ഓരോ ദിനവും ഓരോ നിമിഷവും ഓരോ അവസരത്തിലും നമ്മൾ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മകൾക്ക് ആ ചെയ്ത പ്രവൃത്തികളാണ് പിന്നീട് ഓരോ കാര്യത്തിനും അനുഗ്രഹമായി തീരുന്നത്. ആ വിവാഹത്തിന് വേണ്ടി വാങ്ങിയ കടം മേടിച്ച പണം മുഴുവനും ചുരുക്ക നാളുകൾ കൊണ്ട് വീട്ടിൽ തിരക്കുവാനും അവൾക്ക് സാധിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ തൊഴിൽ തേടി നടന്ന മകൾ ഈ അമ്മയുടെ മരണസമയത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ഇനി ഒരിടത്തേക്കും പോകാതെ മുടക്കുവാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, അമ്മ എന്നെ സഹായിച്ച് എനിക്കൊരു വരുമാനത്തിൻ്റെ പദ്ധതി ഒരുക്കിത്തരണമെന്നാണ്. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആ വീട്ടുകാർ കേൾക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ മകളെ അനുവാദം കൊടുത്തുകൊണ്ട് വീട്ടിലൂണ് തുടങ്ങുവാനും ആദ്യം 1 കിലോ, പിന്നീട് 3 കിലോ, 5 കിലോ, 12 കിലോ അരി, അങ്ങനെ ഓരോ ആഴ്ച കഴിയും തോറും ആ ഒരു സംരംഭം കൂട്ടിക്കൊണ്ടുവരുവാനും അനേകർക്ക് അന്യമൂട്ടുവാനും നല്ല അഭിപ്രായം കേൾക്കുവാനും അത് ഓർഡർ വന്ന് മറ്റനേകർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കും വിധം ആ സംരംഭത്തെ വളർത്തുവാനും മറ്റു 3 പേർക്ക് കൂടി മകളിലൂടെ തൊഴിൽ കൊടുക്കുവാൻ പറ്റും വിധം മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം ആരും കാണാത്ത ഇടങ്ങളിലും ആരും കാണാത്ത നിമിഷങ്ങളിലും ദൈവത്തോടുള്ള ഒറ്റ വിശ്വസ്തത കൊണ്ട് ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുമോ, നമ്മളെ ദൈവം കരം പിടിച്ചുയർത്തും. അവിടുന്ന് നമ്മൾ പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം അത് ഗൗരവമുള്ളതാണ്, മൂല്യമേറിയതാണ്. അതുകൊണ്ട് നമ്മൾ പതറിപ്പോകേണ്ടവരും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകേണ്ടവരുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കുവാൻ ഉടമ്പടിയിലൂടെ തീരുമാനിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവൃത്തിക്കും ദൈവം കൂട്ടിവെച്ച് വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കാണാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെക്കുന്നത്. അക്രൈസ്തവ മകളാണ്, പ്രാർത്ഥനയ്ക്ക് അല്പം പോലും വിട്ടുവീഴ്ചയില്ല, ദൈവത്തിൽ ശരണപ്പെടുന്നതിന് ഒരല്പം പോലും മടിയില്ല. ദൈവം തരും, അവിടുന്ന് അനുഗ്രഹിക്കും, അവിടുന്ന് വഴി നടത്തും എന്ന നല്ല പ്രത്യാശയിൽ അമ്മയുടെ ഉടമ്പടി ഓരോ തവണയും എടുത്ത് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ മകൾക്കത് സമാധാനം കൊടുക്കുന്നു, സമൃദ്ധി കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു, ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്നും പ്രകാശത്തിൻ്റെ പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് ഈ മകളെ ഉടമ്പടി ജീവിതം എങ്ങനെ നയിച്ചുവെന്ന് വാക്കുകളിലൂടെ മകൾ പങ്കുവയ്ക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിനും ഈ സന്തോഷവും ഐശ്വര്യവുമുള്ള ജീവിതം അമ്മ മാതാവിലൂടെ ഈശോ നൽകും. പ്രത്യാശയുടെ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച്. എൻ്റെ പേര് അഞ്ജന മേരി. ഞാൻ വരുന്ന കണ്ണൂർ ജില്ലയിലെ ചെട്ടിയാമ്പറമ്പ് ഇടവകയിൽ നിന്നാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിന് കൊടാനുകൂടി നന്ദി. ഞാൻ ഇവിടെ വരാനുണ്ടായ സംഭവം, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 മെയ് 10 ഉടമ്പടി എടുത്തതിനുള്ള പ്രധാന കാരണം എൻ്റെ 4th ഇയറിൽ ഫൈനൽ ഇയർ എക്സാം പാസ്സാകാനും ആ ഇയറിൻ്റെ ഫീസ് അടയ്ക്കാനുമാണ്. എൻ്റെ ചാച്ചയാണ് ഒരു കൂലിപ്പണിക്കാരനും അമ്മയാണ് ഒരു ചെറിയ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ ആ ഫൈനൽ ഇയറിൻ്റെ ഫീ അടയ്ക്കാനുള്ള പ്രാപ്തിയില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയില്ലാതിരുന്ന ഒരു സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു, ഒരു വഴി തുറന്നു തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്രയും നാൾ ഉണ്ടാകാതിരുന്ന ലോണ് വേഗം വരികയും അത് പേപ്പർ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി സാങ്ഷൻ ആവുകയും ചെയ്തു. അങ്ങനെ ഒരു 3/4 ഫീസ് ഞാൻ അടച്ചു. അപ്പം ഞങ്ങൾ ഡിസംബറിൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് ഫുൾ ഫീസ് അടച്ചാലേ നമ്മളെ അവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഫീസിൽ ഞാൻ 10,000 രൂപയും കൂടി പെൻഡിങ് ഉണ്ട്. അതടയ്ക്കാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയുമില്ല. അപ്പം അന്നും ഞാൻ പുറത്തിരുന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ കാര്യം അന്നേരമാണ് ഗ്രൂപ്പിൽ വരുന്നത്. ഞാൻ മാതാവിനോട് അന്നേരം പ്രാർത്ഥിച്ചു, ഇതിനൊരു വഴി ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത കൂട്ടുകാരിയുണ്ട് മരിയ. അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. മരിയ എൻ്റെ അടുത്ത് വന്നിട്ട് ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിനക്കിനി എത്ര രൂപയും കൂടി ബാക്കിയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 10,000 രൂപയും കൂടി ഉണ്ട്, നാളെയാണ് അടയ്ക്കേണ്ട ഡേറ്റ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പം മരിയ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നമുക്കൊന്നിച്ച് കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ ചെന്നു, മാമിനെ കണ്ടു. അപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് മാത്രമേ അവിടെ അന്നേരം അപ്ലൈ ചെയ്യാനുള്ളൂ, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട്. ബാക്കി എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞു. മരിയ അല്ല, അവിടെ മാതാവാണ് മരിയെ പറഞ്ഞു വിട്ടത്. സമയ ചുരുക്കത്തിൻ്റെ സഞ്ചാരി മാതാവ് കുറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 10,000 രൂപ മരിയ വഴി എനിക്ക് റെഡിയാക്കി തന്നു. അത് മാതാവ് അയച്ചെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മരിയയ്ക്ക് 1st ഇയർ 2nd ഇയറും 3rd ഇയറും സപ്ലി എക്സാം ഉണ്ടായിരുന്നു. അപ്പം 3rd ഇയറിലെ സപ്ലിയുടെ സമയത്താണ് മരിയ എക്സാം എല്ലാം ക്ലിയർ ആകാൻ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ അതിന് മുന്നേ ചർച്ച് പെർമിഷൻ കിട്ടിയപ്പോൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന സമയത്ത് നേർച്ച ഇടാൻ എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്. അന്ന് ഞാൻ ഉടമ്പടിയിലാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക, ഈ 10 രൂപ എന്നേക്കാളും അവകാശപ്പെട്ടത് മരിയയാണ്, മരിയയ്ക്ക് വേണം ഇത് കൊടുക്കാനെന്ന്. എന്നിട്ട് മരിയ എൻ്റെ തൊട്ടടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ പൈസ മരിയയ്ക്ക് കൊടുത്തു, 10 രൂപ. ആ 10 രൂപയാണ് എൻ്റെ ഫീസായിട്ട് 10,000 രൂപയാക്കി മാതാവ് എനിക്ക് തന്ന് ഫീസ് അടച്ചത്. അതിന് മാതാവിന് കൊടാനുകൂടി നന്ദി. എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു എന്നെ ഫൈനൽ ഇയർ പാസ്സാക്കണമെന്ന്. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റാണ്, അങ്ങനെ വലിയ പഠിപ്പിയൊന്നുമല്ല, പക്ഷേ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടിയ സമയത്താണേലും പഠിക്കുന്ന ഒരു കാര്യം അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ മറന്നു പോകും. അന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന മുടക്കിയില്ല. ആ സമയത്ത് ഞാൻ സാക്ഷ്യം കൂടുന്നതെല്ലാം വിജയിക്കുന്നവരെ കുറിച്ചായിരുന്നു. അന്നാണ് നീതു എന്ന് പറഞ്ഞ ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ചേച്ചി പറഞ്ഞു, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. അതേപോലെ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എനിക്കുള്ളത് ചെയ്യുക, ബാക്കിയെല്ലാം മാതാവിൻ്റെ കയ്യിലാണ്, 0 മെറിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്, മാതാവ് വഴിയേ ഞാൻ പാസ്സാകുകയുള്ളൂ, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ പാസ്സാകുന്ന. അപ്പോൾ അൽഫോൻസ എന്ന് പറഞ്ഞൊരു ചേച്ചി ഇതേപോലെ ഫൈനൽ ഇയർ എക്സാമിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ചേച്ചി പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി. ലാസ്റ്റ് ചേച്ചിക്ക് 1st ക്ലാസ്സോട് കൂടി പാസ്സാകാൻ പറ്റി. ആ സാക്ഷ്യം എന്നെ വല്ലാതെ പ്രചോദിപ്പിക്കാൻ തുടങ്ങി. ഞാൻ മാതാവിനടുത്തുള്ള പ്രാർത്ഥന മുടക്കിയില്ല. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ ജനുവരി 3 2026 ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ചത് ആദ്യത്തെ തന്നെ പാസ്സാക്കണം എന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് 13ാമത്തെ ബൂത്തിൻ്റെ മുന്നിൽ വന്നത് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് ഈ രൂപങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് എടുക്കാൻ കിട്ടിയ ഇതൊരു അടയാളമായി ഞാൻ പാസ്സാകുമെന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നല്ല തിരക്കായതുകൊണ്ട് മാതാവിന് എനിക്കൊന്ന് തൊടാൻ പോലും പറ്റിയില്ല. ലാസ്റ്റാണ് ഞാൻ തൊടുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അന്ന് ഒരുപാട് അസുഖങ്ങളും കൊണ്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, അല്ലേ മാതാവ് വേണ്ട, എന്നേക്കാളും വലിയ ആവശ്യം കൊണ്ട് വന്നവരുണ്ട്, എൻ്റെയൊക്കെ ഒരു ചെറിയ ആവശ്യമായിട്ട് എനിക്ക് അന്നേരം തോന്നിയേ.
അന്ന് ആ ചേച്ചി, ഞാൻ മാറി നിൽക്കുമായിരുന്നു, ആ ചേച്ചി എന്നെ അവിടെ നിന്നവരെടുത്ത് ചോദിച്ചു, ഈ കൂടെ പരീക്ഷ എഴുതുന്നവരോ പഠിക്കുന്നവരോ അങ്ങനെ മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ കൈ പൊക്കി, എൻ്റെ കയ്യിലേക്ക് ഒരു ടോക്കൺ തന്നു. ഞാനത് തിരിച്ചു നോക്കിയപ്പോൾ മാതാവായിരുന്നു. അന്നേരം എനിക്ക് എന്ത് സന്തോഷമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് വന്ന ഒരാളാണ്. മാതാവിനെയും പിടിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണം വരെ ഞാൻ വന്നു. എന്നിട്ട് അന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പം അച്ഛനെ കണ്ട് അച്ഛൻ കൈവപ്പ ശുശ്രൂഷ വഴി ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും പാസ്സാവും. എന്നാലും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇടയ്ക്ക് നിരാശ എന്നെ പിടികൂടുന്ന സമയത്ത് ഇങ്ങനെ തോന്നിപ്പോവും, ഞാൻ പാസ്സാവും തോന്നിപ്പോയിരുന്നു. അന്നേരം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കും, മാതാവ് എന്നെ തോപ്പിച്ച് കളയല്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഉടമ്പടിയുടെ പ്രിൻസിപ്പിൾ. അതേപോലെ എൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ പാസ്സാക്കണേന്ന്. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി. എക്സാം ഹാളിൽ കയറാൻ നേരത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും എന്തൊക്കെയോ ഞാൻ എഴുതി, പഠിച്ചതും പഠിക്കാത്തതൊക്കെ വന്നു. അതൊക്കെ എഴുതി, ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ എഴുതിയേക്കുന്നതെന്ന്. വിശുദ്ധ തൈലവും ഉപ്പും ഞങ്ങൾ റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ഷാളിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും നെറ്റിയിൽ തൈലവും പൂശി ഇറങ്ങാറ്. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ, എക്സാം ഹാളിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ അന്ന് ഞാൻ കണ്ടൊരു മാറ്റം, ഫസ്റ്റ് ഇയർ തൊട്ടേ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്ന. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൂടെ നിന്ന് കുട്ടികളിൽ കളിയാക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അന്ന് കുറച്ച് ഉപ്പേ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ കണ്ടുള്ളൂ. പക്ഷേ ഫൈനൽ ഇയറിൻ്റെ എക്സാമിന് ഞാൻ ഉപ്പിടാൻ പോയപ്പോൾ എനിക്ക് മുന്നേ ആളുകൾ ഒരുപാട് പേര്, ഒരു 60 പേരിൽ 40ഓളം ആൾക്കാർ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ വിശ്വാസമുള്ളവർ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറി. എൻ്റെ ഹോൾ ടിക്കറ്റിലായിക്കോട്ടെ ബുക്ക്ലെറ്റിലായിക്കോട്ടെ ഞാൻ എൻ്റെ കഴുത്തിലൊക്കെ ഉപ്പുണ്ടായിരുന്നു. ഞാനത് രണ്ട് തരിയൊക്കെ ഉള്ളൂ. ഞാൻ അത്രയും അത് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ കയ്യിൽ ഒരു മെറിറ്റുമില്ല, ഞാൻ 0 ആയിട്ടാണ് നിൽക്കുന്നത്. അമ്മ വേണം എന്നെ പാസ്സാക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി. വേറെ വഴിയൊന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ. പ്രാർത്ഥന ഞാൻ മുടക്കിയില്ല. ആ സമയത്ത് സാക്ഷ്യം കേട്ടോണ്ടിരുന്നു. അന്നും കേൾക്കുന്ന സാക്ഷ്യം ഞാൻ പാസ്സാക്കുന്നതായിരുന്നു. അങ്ങനെ മാർച്ച് 4-ാം തീയതി വൈകുന്നേരം എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ ഞാൻ ജസ്റ്റ് പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചെടുത്ത് എന്നെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. അതിന് കൂടി നന്ദി. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, ആദ്യം ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം എൻ്റെ ഹോസ്റ്റലിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അതിനെ വഴി ഉണ്ടായിരുന്നുള്ള ആ സമയത്ത്. അത് കഴിഞ്ഞ് ആ സമയത്ത് അക്രൈസ്തവ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പം അവരെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ ജപമാല ചൊല്ലാൻ തുടങ്ങി, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ മനസ്സിൽ പറയാം, വീട് വഴി കയറി കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ വീട് വഴി കയറി കൃപാസന പത്രം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ആ ചേച്ചിമാരൊക്കെ എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നു. ഈ വഴി ആരും വരാറില്ല, മോൾ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു പത്രം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ആ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയേ കൊടുത്തുകൊണ്ടിരുന്നേ. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഇതിൽ ഒരാളെങ്കിലും ഉടമ്പടി എടുക്കാൻ ഞാൻ വഴി കാരണമാകണേന്ന്. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന നേരത്ത് അന്ന് പത്രം കൊടുത്ത ഒരു ചേച്ചി എന്നെ കാത്ത പള്ളിയിൽ നിൽപ്പുണ്ട്. ആ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ എങ്ങനെ കൃപാസനത്തിൽ പോയി, അവിടെ എങ്ങനെ ഉടമ്പടി എടുക്കണ്ടേന്ന് പറഞ്ഞ് ഞാൻ കാരണം അങ്ങനെ 4 പേര് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണമായി. കാരുണ്യപ്രവൃത്തിയായി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നെക്കൊണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊജക്റ്റ് വർക്ക് പോലെയൊക്കെ വരുമ്പം അത് പറ്റാത്തവർക്ക് ചെയ്തു കൊടുക്കാനും, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും സന്തോഷത്തോടെ ഞാൻ നിന്നു കൊടുത്തു. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ പരിസരത്ത് ഒരു ചേച്ചി അങ്ങനെ നല്ല വസ്ത്രമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ വഴി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് ചെറുതായി പോയ വസ്ത്രങ്ങളും അത്യാവശ്യം നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ ഉണ്ട്. അങ്ങനെ ആ നല്ല വസ്ത്രങ്ങളെല്ലാം ആ ചേച്ചിക്ക് കൊടുത്ത് അന്നേരം ആ ചേച്ചിയുടെ മുഖത്തുണ്ടായ സന്തോഷം പൈസേനേക്കാൾ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പൈസ ആയിരുന്നില്ല ആ ചേച്ചിക്ക് വേണ്ട, നല്ല വസ്ത്രമായിരുന്നു. ആത്മീയപരമായിട്ട് എനിക്ക് കിട്ടിയ മാറ്റം എന്ന് പറഞ്ഞാൽ, ഉടമ്പടിയിൽ പറയുന്നത് നമ്മുടെ വ്യക്തിയെ തന്നെയായിട്ട് ഉടമ്പടി സ്വീകരിക്കുക. നമ്മുടെ ഭൗതിക കാര്യങ്ങളോ നമ്മുടെ ആവശ്യങ്ങളല്ല, നമ്മളെ വ്യക്തിയെ തന്നെയായിട്ട് ഉടമ്പടി സ്വീകരിക്കുകയാണ്.
ആദ്യമൊക്കെ വെറുതെ കൂടിക്കൊണ്ടിരുന്ന വിശുദ്ധ കുർബാന പിന്നെ പിന്നെ മര്യാദയ്ക്ക് കൂടണം എന്നുള്ളൊരു ആഗ്രഹമായി. ആദ്യം അത് മാതാവിൽ നോക്കിക്കൂടി, പിന്നെ അത് വൈദികനെ നോക്കിക്കൂടി, ലാസ്റ്റ് അത് സക്രാരിയിൽ ഈശോനെ നോക്കിക്കൂടി. സർവാധിപൻ്റെ സമയത്ത് അൾത്താര തുറക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന ഒരു ഫീലോടുകൂടി വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാനും ജപമാല കൂടാനും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും എനിക്ക് സാധിച്ചു. എന്നെ ആത്മീയപരമായിട്ട് ഇത്രയും മാറ്റങ്ങളിലേക്ക് നയിച്ചതിനും, എന്നെ 4th ഇയർ ഫുൾ പാസ് ആക്കിയതിനും, എൻ്റെ ഫീസ് അടയ്ക്കാൻ സഹായിച്ചതിനും, മാതാവ് വഴി എന്നെ ഇത്ര ഒരുക്കിയതിനും 1000 നന്ദി. അതോടൊപ്പം കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ എൻ്റെ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണ ശക്തി എനിക്ക് കിട്ടി. ഇത്രത്തോളം നന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ഈ സാക്ഷി ഞാനിവിടെ സമർപ്പിക്കുന്നു. 126 സങ്കീർത്തനം 2 തിരുവചനം. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. അഞ്ജന മേരിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ അൾത്താരയിൽ പങ്കുവച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് തൻ്റെ ജീവിതഭാരം ലഘൂകരിക്കുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകളെ വളരെയധികം എടുത്തുയർത്തുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി അനുഗ്രഹിച്ച ഒരു വളരെ ആത്മീയത നിറഞ്ഞ ഒരു സാക്ഷ്യമായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. മകൾ പറയുകയായിരുന്നു, എന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ള എൻ്റെ കൂട്ടുകാരിക്ക് ഞാനൊരു 10 രൂപ നേർച്ചയിടാനായി കൊടുത്തപ്പോഴാണ് 10,000 രൂപയുടെ ഫീസ് അടയ്ക്കാനുണ്ടായ എൻ്റെ ആ വലിയൊരു സംഘർഷത്തിന് പരിശുദ്ധ അമ്മ പ്രതിഫലം നൽകിയതെന്ന്. ഇങ്ങനെ ഉടമ്പടി എടുത്തത് മുതൽ ഈ മകൾക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെയും നീതുവിൻ്റെയും അൽഫോൻസയുടെയും ഒക്കെ വിജയത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ വിളിക്കുന്ന ഈശോ എനിക്ക് ഉത്തരം നൽകും, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുമെന്ന ഒരു വലിയ ധൈര്യം ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ഉണ്ടായത്. തൻ്റെ എല്ലാ അയോഗ്യതകളെയും പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറ വയ്ക്കുവാനുള്ള ഒരു വലിയ ജീവിത അനുഭവം, ആധ്യാത്മികത ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അങ്ങനെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ തന്നെ അത്ഭുതങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം മറ്റുള്ളവരെ പറഞ്ഞറിയിച്ചുകൊണ്ട് ഉടമ്പടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനും ജപമാല ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ആത്മീയതയോടെ വളരെ വിശുദ്ധിയോടെ അവരെ പഠിപ്പിക്കുവാനുള്ള വലിയ വലിയ കൃപകളും അഭിഷേകങ്ങളും അഞ്ജന മേരിക്ക് ഇന്ന് ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആരും കയറി ചെല്ലാത്ത വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് എന്താണ് ഉടമ്പടി എന്നും ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഈശോയെ ലഭിക്കുമെന്നെല്ലാം അഞ്ജനയ്ക്ക് വളരെ വ്യക്തമായും ശക്തമായും പറയുവാനുള്ള ഉൾപ്രേരണകളും ധൈര്യവും ആത്മീയ അധികാരവും എല്ലാം ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴും എനിക്ക് ഉടമ്പടി എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാരണം 4 പേർ മാത്രമാണ് ആദ്യ ഫസ്റ്റ് ഇയറിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ഉപ്പുപയോഗിച്ച് അവർ ശക്തി പ്രാപിച്ച് പരീക്ഷ എഴുതിയത്. പക്ഷേ മകളുടെ 4ാമത്തെ ഇയർ പരീക്ഷ എഴുതുമ്പോൾ ഒരുപാട് പേർ ഉപ്പ് വിതറിക്കൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി കാണാനുള്ള ഒരു സൗഭാഗ്യം ഈ മകൾക്ക് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കുകയും ഈശോയെ വിശുദ്ധ ദിവ്യബലിയിലൂടെ സ്വീകരിക്കാനുള്ള വലിയ കൃപ ലഭിക്കുന്നതും ഈ ജീവിതക്രമത്തിലേക്ക് വന്നപ്പോഴാണെന്ന് അഞ്ജന ഏറ്റുപറയുകയാണ്. തുടക്കത്തിലൊക്കെ ഒരു കുർബാന കാണുകലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈദികനോടൊപ്പം കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ സ്വർഗം തുറക്കുന്ന ഒരു അനുഭവം അഞ്ജനയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയും അഞ്ജനയും കൂടിയാണ് ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്നത്. അതൊരു വലിയ സ്വർഗീയ അനുഭവമാണ്. അതിലേക്കാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ക്ഷണിക്കുന്നത്. നിത്യത പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഈ ഉടമ്പടിയിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. അവിടെയാണ് ഈശോ പറയുന്നത്, ഒരു വലിയ നിധി കണ്ടെത്തിയാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് നേടിയെടുക്കുന്ന ഒരു കർഷകനെ പോലെ, ഒരു വ്യക്തിയെ പോലെ നാം മാറുന്നതാണ് ഉടമ്പടി ജീവിതമെന്ന് അഞ്ജന ജീവിതത്തിലൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും എത്ര പ്രതിസന്ധികളുള്ള കാര്യങ്ങളായാലും 10 രൂപയുടെയോ 10 ലക്ഷത്തിൻ്റെയോ 10 കോടിയുടെയോ ആയ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയ്ക്ക് സമയച്ചുരുക്കം മതിയെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഞ്ജന മേരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കിയതിനാലും
അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി, ഇത് ഹസ്ബൻഡ് രാജു. ഞങ്ങൾ ചിറക്കൽ സെയിൻറ്റ് ജോസഫ് എടവകയിൽ നിന്നാണ് വരുന്നത്. 2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയും അതിന് ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രയാസങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 90% ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ബൈപ്പാസ് സർജറിയാണ് പറഞ്ഞത്. ഹസ്ബൻഡിന് ബൈപ്പാസ് സർജറി അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെയ്തിട്ട് കാര്യമില്ല, ബൈപ്പാസ് തന്നെ ചെയ്യണം, നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി. ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓഗസ്റ്റ് 4-ാം തീയതി ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആളിന് ഭയങ്കര സീരിയസ് ആയിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞാണ് ഹസ്ബൻഡിനെ അവിടെ നിന്ന് ഇറക്കിയത്. അപ്പോൾ ഹസ്ബൻഡിന് ഒട്ടും ശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ണൊക്കെ ചെറുതായിട്ടേ തുറക്കണുണ്ടായിരുന്നുള്ളൂ. ആൾ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കണമായിരുന്നു. ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ച് എന്ത് പറ്റിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതാണ്, ആൾ ഭയങ്കര സീരിയസ് ആണ്, വെൻറ്റിലേറ്ററിലിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണുറന്ന് എന്നെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ടും ഡോക്ടർ വേഗം വെൻറ്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൾ ഭയങ്കര സീരിയസ് ആണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണതെല്ലാം ചെയ്ത് ഇനിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. ആളുടെ BP ഒക്കെ ഡൗണായി, ഹാർട്ടിൻ്റെ പമ്പിങ് ഒക്കെ വളരെ കുറഞ്ഞു പോയി, എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച പോലെ തന്നെ ആയി. 99% ആൾ മരിച്ച പോലെ തന്നെ ആയിരുന്നു. കയറി കാണണമെങ്കിൽ കണ്ടോയെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കയറി കണ്ടപ്പോൾ കണ്ണൊക്കെ പഞ്ഞി കൊണ്ടൊക്കെ മൂടി വെച്ചേക്കണായിരുന്നു, വാ കുറച്ച് തുറന്ന് ഇരിക്കണ്ട, പല്ലൊക്കെ പൊങ്ങി, എന്താണ്ടും ആൾ മരിച്ചിട്ട് ഇങ്ങനെ മരവിച്ച് കിടക്കണ പോലെയാണ് കിടന്നത്. ഞാനൊരു നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു അവിടെ ഇരുന്ന്, ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാൻ പോലെ ഞാൻ വേഗം മുറിയിലോട്ട് പോയി. അപ്പം അനിയൻ ചോദിക്കണം, അപ്പം അനിയനും അനിയൻ്റെ മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനിയൻ ചോദിച്ച് ആൾ കൂളായിട്ടാണല്ലോ കയറിപ്പോയത്, പിന്നെ ഇപ്പം ഇതെന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിന് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടാണ്, ഇനി രക്ഷയുണ്ടാവുമെന്ന് തോന്നണില്ല, ആൾ അത്രയും ഡള്ളായി. പിന്നെ നോക്കിയപ്പോൾ ചുറ്റിനും മിഷനറിയൊക്കെയാണ്, കുറേ മിഷനറിയുടെ പ്രവർത്തനം കൊണ്ടാണ് ആളിപ്പോൾ ഇങ്ങനെ നിലനിൽക്കണത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഡോക്ടർമാരൊക്കെ ചുറ്റിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യണുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സിനൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ 9 സഹോദരങ്ങളാണ്, എല്ലാവരും വന്ന്. ഡോക്ടർ പറഞ്ഞ് ഇനി രക്ഷയൊന്നുമില്ല, നാളെ ഒരു 10 മണിയാവുമ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റും, അപ്പോൾ ബോഡി കൊണ്ടുപോയിക്കോ, ഒരു രക്ഷയുമില്ലട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ചേച്ചിയുടെ മോനെ മരുമകളെയും വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് കാലത്തെ കൃപാസനത്ത് പോകണം, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കാലത്തെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ വന്ന് ഞങ്ങൾ ചേച്ചിയുടെ മോനും മരുമകളും ഞാനും കൂടി കൃപാസനത്ത് വന്ന്. അപ്പോൾ അവിടെ ഇരിക്കണ മാതാവിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം കയറി പ്രാർത്ഥിച്ചത്. മാതാവിനോട് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞ് വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ മാതാവിനിട്ട് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നേച്ച്. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ എൻ്റെ ചേച്ചിയുടെ മരുമകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോൺ വന്നു, എനിക്ക് അപ്പോഴേ മനസ്സിലായി ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും വന്നതെന്ന്. ഞാനപ്പോൾ അത് കഴിഞ്ഞ് അത് വന്നിരിക്കുകയും ചെയ്തു എൻ്റെ അടുത്ത്. ഞാനൊന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയണത്. അപ്പം എനിക്ക് പ്രയാസമെല്ലാം നിർത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയണുണ്ടോ അപ്പം ഫോൺ വന്നത്. ഡോക്ടർ പറഞ്ഞ് ആൾ എല്ലാം ഡൗണായി, ഇനി ഒന്നും പറയാനില്ല, ഞങ്ങൾക്ക് BP ഡൗണായി, ഇപ്പം മരുന്നിനോട് ഒട്ടും പ്രതികരിക്കണില്ല, എല്ലാ പ്രവർത്തനങ്ങളും ഡൗണായി, ഇനിയൊന്നും പറയാനില്ല ചെയ്യാനും ഇല്ലെന്ന് പറഞ്ഞ്.
അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്. എന്നോട് അപ്പം ഇതൊന്നും മരുമകൾ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് ഇവിടെ അകത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. ഞാനങ്ങനെ അകത്ത് വന്നിരുന്ന് ഞാനും ചേച്ചിയുടെ മരുമകളും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും ഒരു ഫോൺ വന്ന്. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു, ആൻറ്റി അങ്കിള് കണ്ണ് തുറന്ന് BP ഒക്കെ നോർമലായി, BP ഒക്കെ ഒരുമാതിരി നോർമലായി, ഹാർട്ടിൻ്റെ പമ്പിങ്ങൊക്കെ ഒരുമാതിരിയൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്, മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി. കണ്ണ് തുറന്ന് എല്ലാവരുമായിട്ടും ഒന്ന് നോക്കി, ആൻറ്റീനെ ആയിരിക്കും നോക്കണത്, അപ്പോൾ ആൻറ്റീനോട് വേഗം വരാൻ എല്ലാവരും പറയണുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മാതാവിന് നന്ദി പറഞ്ഞിട്ടും ഞങ്ങൾ പോയി. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ഹസ്ബൻഡ് എന്നെ കണ്ണു തുറന്നൊക്കെ നോക്കി. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്ത്, നീ എന്നാൽ ഈ സമയത്ത് മാതാവിൻ്റെ അടുത്ത് പോയല്ല, അപ്പം പിന്നെ മാതാവ് പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കലല്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പ്രയാസം വന്ന് ഞങ്ങളാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നാനെ, നീ എന്നാലും പോയല്ല മാതാവിൻ്റെ അടുത്തെന്ന് പറഞ്ഞ്. പിന്നെ ഹസ്ബൻഡ് നല്ലോണമൊക്കെ നോക്കി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഹസ്ബൻഡിനെ കാണാൻ പോകുമ്പോഴേക്കും മാതാവിൻ്റെ തൈലം നെറ്റിയിൽ ഇടും, പിന്നെ കാശ് രൂപമൊക്കെ പിടിച്ചിട്ടാണ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ മാതാവിൻ്റെ രൂപം കൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ഡോക്ടർ, ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർ എപ്പോഴും കാണുമായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ രൂപം വാങ്ങിച്ച് അവിടെ ഹസ്ബൻഡിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരുന്നു, വെൻറ്റിലേറ്ററിലാണ് കിടക്കണത്. ആ സ്റ്റാൻഡിൻ്റെ മീതെ വെച്ചിട്ടും പറഞ്ഞ് ഒരു നേഴ്സിനോട് അത് അവിടെ ഒട്ടിച്ച് വെച്ചേര്, ഒരു ചെറിയ രൂപമാണ്, മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും കേട്ടോ, എല്ലാ ദിവസവും കൊണ്ടുപോകാനല്ലേ, ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവിടുത്തെ വയ്ക്കുകയും ചെയ്ത്. അങ്ങനെ 3 ആഴ്ചയോളം വെൻറ്റിലേറ്ററിൽ കിടന്ന്, പിന്നെ ICUലോട്ട് മാറ്റി, പിന്നെ ഒരാഴ്ചയും കൂടി റൂമിലോട്ട് മാറ്റി. ഇപ്പം ഒരു കുഴപ്പവുമില്ല, നല്ലോണം സൗഖ്യമായിട്ടിരിക്കണം. മരുന്നുകളൊക്കെ ഉണ്ട് എങ്കിലും ഒരു കുഴപ്പവുമില്ല. അടുത്തനായിട്ട് പേപ്പറൊക്കെ വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഫുഡൊക്കെ കൊടുക്കും, ആൾക്കാർക്ക് പാവപ്പെട്ടവരെ സഹായിക്കും. ഡോക്ടർമാരിത് എല്ലാം കഴിഞ്ഞിട്ടും പറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കഴിയുമ്പോഴേ പിടിച്ചേ നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ്, 6 മാസം ആകുമ്പോൾ തന്നെ എനിക്ക് തന്നെ നടക്കാനുള്ള ആരോഗ്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിന് മാതാവിനോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛൻ ആ ഫോട്ടോ വാങ്ങി മാതാവിൻ്റെ അടുത്ത് മുട്ടിക്കുകയും അതിൽ കുരിശൊക്കെ ഇട്ട് എത്രയും പെട്ടെന്ന് സുഖമാകും എന്ന് പറയുകയും ചെയ്ത്. തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ദൈവത്തിനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം തിരുവചനം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. 99% മരിച്ച ഒരു വ്യക്തിയാണ് റാണിയുടെ ഹസ്ബൻഡ് രാജു ഇവിടെ അൽത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്നറിഞ്ഞപ്പോഴാണ് റാണി വെൻറ്റിലേറ്ററിൽ കയറ്റിയിരുന്ന ഹസ്ബൻഡിനെ അവിടെ വിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് ഓടി വന്നുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡിനെ ജീവൻ തിരിച്ചു തരണമേ, മറ്റൊന്നും എനിക്ക് പറയാനില്ല, പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാത്ത ഒരു വലിയ അവസ്ഥയിലാണ് റാണി ഇവിടെ വന്നിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. സുവിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈശോ ഉയർപ്പിച്ച ഒരുപാട് വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച ഈശോ, അവരുടെ ദുഃഖങ്ങളിൽ കരയുന്ന ഈശോ, അതുപോലെ തന്നെ പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകൻ്റെ 37-ാമത്തെ അധ്യായത്തിൽ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകനോട്, എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? പ്രവാചകൻ പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ. അങ്ങേക്ക് മാത്രം, ഈശോയ്ക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ്, ജീവിത രീതിയാണ് ഉടമ്പടി എന്നുള്ളത്. റാണിയും രാജുവും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് ജീവിച്ച് പ്രതീക്ഷകൾ കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ തൻ്റെ പ്രാർത്ഥനയുടെ 100% വിളവ്, 100 മേനി വിളവ് കൊയ്തെടുത്തതിൻ്റെ സാക്ഷ്യമാണിത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജീവനിലേക്ക് വീണ്ടും പ്രവേശിക്കുക തന്നെ പരിശുദ്ധ അമ്മ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എന്നെ എൻ്റെ കുടുംബത്തിനും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് രാജേശ്വരി, ഇതെൻ്റെ മകൾ അമൃത VR. അമൃത. ഞങ്ങൾ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. കൃപാസനത്തെ പറ്റി ആദ്യം അറിയുന്നത് ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി പറയുന്നത് നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. 17 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക. സ്വന്തമായി ഒരു വീടോ ഭൂമിയോ ഒന്നും സ്വപ്നം കാണാനുള്ള ഇതുപോലും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇങ്ങനെ വിഷമിച്ച് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ അവിടെ അടുത്തൊരു വീട്ടിലാണ് ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ ജോലിക്ക് പോകുന്നത്. അങ്ങനെ 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് തിരിച്ച് അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പം അവിടുത്തെ ആൻറ്റി എന്നോട് പറഞ്ഞു, രാജി എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം നോക്ക്, ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം നോക്കി 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ സ്ഥലം ശരിയായി, എല്ലാം രജിസ്ട്രേഷനെല്ലാം കഴിഞ്ഞു. അങ്ങനെ അങ്ങനെ പോയി വീടിന് പണിയാനൊന്നും ഉള്ള ഒരു നിവൃത്തിയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. സ്ഥലമായതുകൊണ്ട് അവർ ലൈഫിൻ്റെ വീട് തരാമെന്ന് പറഞ്ഞു. 4 ലക്ഷം കൊണ്ടും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്യുമെന്ന് വിഷമിച്ചിരുന്ന് കുറച്ച് ലോൺ എടുത്തു. പിന്നെ ഞാൻ പോകുന്ന വീട്ടിലെ ആൻറ്റി സഹായിച്ചു, എല്ലാവരും സഹായിച്ചിപ്പം ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു വീട് എനിക്ക് പണിയാൻ സാധിച്ചതിൽ അമ്മയ്ക്കും തിരുമാനും ഒരുപാട് നന്ദിയുണ്ട്. പാല് കാച്ചി 23-ാം തീയതിയാണ് അതിൻ്റെ താക്കോലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു വീട് പണിതതിൽ താമസിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അതുപോലെ മോളുടെ നേഴ്സിങ്ങിൻ്റെ കാര്യവും വിചാരിച്ചില്ല നടക്കുമെന്ന് അവൾ പറയും. എൻ്റെ പേര് അമൃത. അതിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരന് 1000 നന്ദി. ഞാൻ കർണാടകയിൽ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്താണ് നഴ്സിംഗ് പഠിക്കുന്നത്. അവിടെ ആദ്യം ഈ വർഷം എനിക്ക് നഴ്സിങ്ങിന് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അമ്മയിൽ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ വർഷം തന്നെ എനിക്ക് അവിടെ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ സെമസ്റ്ററിൻ്റെ ഫീസ് 3,75,000 അടയ്ക്കണമായിരുന്നു. അതിൻ്റെ ആദ്യ ഭാഗമായി 1 ലക്ഷം രൂപ അടയ്ക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് അമ്മയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവസാനം 1 ലക്ഷം രൂപ ഞങ്ങൾ അടച്ചു. അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്ത് ലോണിന് അപേക്ഷ കൊടുത്തു. ലോൺ പാസ്സാവുന്നതിന് ഞാൻ സൈൻ ചെയ്യാൻ വരണമായിരുന്നു. മാർച്ച് 4-ാം തീയതി സൈൻ ചെയ്യാനായിട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി. അച്ഛനാണ് എന്നെ കൂട്ടാൻ വന്നത്. അന്ന് കോളേജിൽ നിന്ന് ഞാൻ വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. അച്ഛനാണ് കൂട്ടാൻ വന്നത്. കോളേജിൽ നിന്ന് അച്ഛൻ്റെ ഒപ്പം ഞാൻ വന്നു. അന്ന് അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അച്ഛന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അച്ഛൻ വെളിയിലോട്ട് ചെന്നു. ആ സമയം എനിക്ക് മനസ്സിലായി എന്നെ ഇരുത്തിയിട്ട് അച്ഛൻ മദ്യപിക്കാൻ പോയിരിക്കുകയാണെന്ന്. ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മയെ ഞാൻ ഒരുപോലെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് എന്നെ ഇരുത്തിയ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. അച്ഛനപ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല, അൺകോൺഷ്യസ് ആയിരുന്നു ആൾ. ഞാനാണ് മുന്നിലിരിക്കുന്നതെന്നോ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ആളെന്നോടൊന്നും മിണ്ടുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഭാഷ അറിയാത്ത നാട് അറിയാത്ത ആളുകൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കൈ വിട്ടുപോയി. എന്തോ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റോഡിലോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആരോ പിടിച്ചു നിർത്തിയ പോലെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആ ഹോട്ടലിലുണ്ടായിരുന്നൊരു ചേട്ടനോട് കാര്യം പറഞ്ഞു. ആൾ കന്നഡ ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിയോട് കാര്യം പറയാനോട് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന ചേച്ചിയോട് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി തമിഴായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞു, ഇതുപോലെ അച്ഛനാണ് എൻ്റെ കൂടെയുള്ളത്, എനിക്ക് അത്യാവശ്യമായി നാട്ടിൽ ചെന്നേ പറ്റുള്ളൂ, എനിക്ക് ഇന്ന് ഷിമോഗയിൽ നിന്ന് മംഗലാപുരം എത്തിയേ പറ്റുള്ളൂ. ട്രെയിൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 7 മണിക്കൂർ വേണം ഷിമോഗയിൽ നിന്ന് മംഗലാപുരം ചെല്ലുന്നതിന്.
അപ്പം ട്രെയിൻ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അത്ര സമയത്തിനുള്ളിൽ മംഗലാപുരം എത്തിയേ തീരൂ. അപ്പം ബസ്സിന് വേണം പോകാൻ. എനിക്ക് ഒറ്റയ്ക്ക് അച്ഛനെ കൊണ്ട് ബസ്സിന് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ കരഞ്ഞ അമ്മയെ വിളിച്ചു. അമ്മയുടെ അനിയത്തി കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോണിലോട്ട് വിളിച്ചു. അവർ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കന്നഡ സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരോട് അവർ സംസാരിച്ചു. അവർ ചോദിച്ചത് ഇത് അച്ഛനും മകളും തന്നെയാണോ എന്ന് അവർക്ക് എന്താ തെളിവ്, അതാണ് അവർ ചോദിച്ചത്. അവസാനം അവർ സംസാരിച്ച് ഞങ്ങൾ അച്ഛനും മകളും തന്നെയാണെന്ന് അവർ ഉറപ്പ് വരുത്തി. അവസാനം അവർ തന്നെയാണ് ഞങ്ങൾക്ക് ബസ് ടിക്കറ്റും മറ്റും ബുക്ക് ചെയ്ത് തന്നത്. അച്ഛനെ അവിടെ നിർത്തി ഞാൻ തന്നെ പോരാനാണ് പറഞ്ഞത്. എനിക്കതിന് സാധിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബസ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് അച്ഛനെ കൊണ്ടുവന്നത്. വണ്ടിയിലിരുന്നും അച്ഛൻ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ചാണ് പ്രാർത്ഥിച്ചത്. മാതാവേ, ഇത്രയും നേരം എന്നെ സഹായിക്കാൻ ഞാൻ അറിയാത്ത ആരൊക്കെയോ ഉണ്ടായിരുന്നു. പ്രസൻസിലല്ലേ പോലും അവിടെ ഫോൺ വഴിയൊക്കെ സംസാരിച്ചാണ് ആരൊക്കെയോ എന്നോട് സംസാരിച്ച അവിടെ മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു. മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ, എനിക്ക് സംരക്ഷണം നൽകിയതുപോലെ. അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്താൽ പോലും അറിയാത്ത രീതിയിലായിരുന്നു ആളുടെ അവസ്ഥ എന്ന്. അതുകൊണ്ട് തന്നെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ ഞങ്ങൾക്കൊന്നും സാധിക്കില്ലായിരുന്നു. നാട്ടിലിരുന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാതാവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് അന്നെൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അന്ന് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന് ബസ്സിൽ ഞങ്ങൾ കയറിയ സമയത്ത് അച്ഛൻ അത് വണ്ടിയിലിരുന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചു. മാതാവിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇനി ഇത് ഉപയോഗിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയുള്ള ആളുകളാണ്, എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരോട് പറയേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു. മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ആളത് ഉപയോഗിച്ചിട്ടും കോൺഷ്യസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവിടെ തന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അന്ന് നാട്ടിലെത്തി. പക്ഷെ മാതാവിൻ്റെ ഒരു പ്രസൻസ്, മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമാണ് അന്ന് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് മാതാവിനോട് ഇത് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാതാവിൻ്റെ വലിയൊരു സംരക്ഷണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ കുടുംബത്തിനും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്. എഡ്യൂക്കേഷൻ ലോൺ പാസ്സാവണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭൂമി വേണമായിരുന്നു. ആ ഭൂമി ഞങ്ങൾക്ക് മാതാവ് നൽകി. 23-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ കയറിത്താമസമാണ്. ഒരിക്കലും സാധിക്കില്ല. 17 വർഷത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ്. സ്വന്തമായിട്ടൊരു ഭൂമിയില്ല, വീടില്ല. പക്ഷെ അത് ഇപ്പം പ്രാവർത്തികരമായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. മാതാവിനോട് അത് നേരിട്ട് വന്ന് പറയാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. മാതാവിനും തിരുവുമാരനും 1000 നന്ദി അറിയിച്ചോളുന്നു. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ ഡെയിലി ബ്രീഡ് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇനി മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും പോകുന്നതായിരിക്കും. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 17 വർഷത്തോളം വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അന്നൊന്നും പറ്റാത്ത കാര്യമാണ് ഉടമ്പടി എടുത്ത ഉടനടി ഈശോയും അമ്മയും ഒരുക്കി വെച്ച ആ അനുഗ്രഹം ഈ മകൾക്ക് കൊടുക്കുന്നത്. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ആ ഒരുക്കി വെച്ച അനുഗ്രഹം ഉടമ്പടി എടുത്ത ഉടനടി 1 മാസത്തിനുള്ളിൽ ആ അനുഗ്രഹം ഈശോയും അമ്മയും ഈ മക്കൾക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ സ്ഥലം വാങ്ങിക്കുകയും പിന്നീട് പഞ്ചായത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു വീട് വിൽക്കുവാനുള്ള ഒരു ലിസ്റ്റ് വരികയും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലും പല രീതികളും പല വ്യക്തികളിൽ കൂടെയാണ് ഈശോയും അമ്മയും ഇടപെട്ട് ഒരു നല്ലൊരു ഭവനം നിർമ്മിക്കുവാൻ സാധിക്കുകയും ചെയ്തത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആ ഭവനത്തിൻ്റെ താക്കോലമായിട്ടാണ് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് ഈ മക്കൾ കടന്നു വന്നിരിക്കുന്നത്. ഇത് അവരുടെ മെറിറ്റിലല്ല, അവർക്ക് അതിനുള്ള മെറിറ്റില്ല, യോഗ്യതയില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാലാണ് ഈ ഭവനം ലഭിച്ചതെന്നാണ് അവർ ഒച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്.
ആരുമില്ല, ഒന്നുമില്ല, ഒന്നും പറ്റും, ഒന്നും സാധിക്കില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ നമുക്കും ഓർമ്മിക്കാം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കാത്തുപരിപാലിക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ് നമ്മെ മുന്നോട്ട് കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമ്മൾ ചെയ്യുക. അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വചനം, ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ വചനമനുസരിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ ജീവിതം, നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാജേശ്വരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ വിവ്യൻ റോച്ച്. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ അരിപ്പാലം തിരുഹൃദയ ദേവാലയത്തിലെ ഒരു ഇടവകമാണ്. ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു അധ്യാപകനാണ്. കാഴ്ചയില്ലാത്ത വ്യക്തിയിൽ നിന്ന് അധ്യാപകന എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ദൈവകൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ആദ്യമേ തന്നെ ഈ നമ്മുടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൽത്താരയിൽ ഈ ബലഹീനരായ ഞങ്ങളെ സാക്ഷ്യം പറയാൻ ഒരവസരം തന്നതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് കോടാനുകോടി നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2025 ജാനുവരി 15-ാം തീയതിയാണ്. അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ വെറുതെ പുറത്തുനിന്ന് പ്രാർത്ഥിച്ച്, ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എൻ്റെ മമ്മി പറഞ്ഞു ഇവിടെ കൃപാസനമുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് പറഞ്ഞു. 15-ാം തീയതി ജാനുവരി കഴിഞ്ഞ വർഷം 15-ാം തീയതി വന്ന് പ്രാർത്ഥിച്ച് പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് പോയി. അതിനുശേഷം മമ്മിക്കും എനിക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഉടമ്പടി എടുക്കുന്നു. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞിരുന്നു ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ആദ്യമായിട്ട് മാർച്ച് 9-ാം തീയതി എടുക്കുന്നത് 2025. ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് എന്താ പറയുക പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ സുഹൃത്തുക്കളായിട്ട് വളരെ ഒക്കേഷണലായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി മാർച്ച് 9-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്ത ശേഷം അതിനെടുക്കണ മുമ്പ് ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് മുതൽ ഈ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങനെ ആ കണ്ടീഷൻസ് എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുന്നത്രത്തോളം പാലിച്ച് മാർച്ച് 9-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നാലും ഞങ്ങളുടെ മനസ്സിൽ തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ വിചാരിച്ചു വെക്കേഷന് വന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ബലഹീനനായ ഒരു വ്യക്തിയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു വെച്ചാൽ, എന്നെപ്പോലത്തെ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ആര് ഹെൽപ്പ് ചെയ്യും അങ്ങനെ വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസിയായിട്ടുള്ള, ഞാൻ പഠിച്ച സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ജീന ടീച്ചർ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, മോനെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിൻ്റെ കൂടെ വരാം. അങ്ങനെ ജീന ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ജീന ടീച്ചർ വളരെ സന്തോഷത്തോടെ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഉടമ്പടിക്ക് പൂരിപ്പിക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉടമ്പടി ക്ലാസ് കൂടുന്ന സമയത്ത് അവിടെ എന്നെ സ്റ്റെപ്സ് കയറി കൊണ്ടുപോലും എല്ലാ കാര്യങ്ങളും ടീച്ചറാണ് ചെയ്തത്. അങ്ങനെ ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 6 നിയമങ്ങൾ എല്ലാവരും ഇരുന്നപോലെ എഴുതി. അങ്ങനെ ഉടമ്പടിയിലായിരുന്നു. പത്രങ്ങൾ ഞാൻ കൊടുത്തു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ലഭിക്കുന്ന അനുഗ്രഹം, ഞാൻ 3 വർഷമായിട്ട് 3 പ്രാവശ്യം സെറ്റ് എഴുതി. പക്ഷേ സെറ്റ് പരീക്ഷ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് 2026
അതായത് ഈ കഴിഞ്ഞ 2026 ഞാൻ സെറ്റ് പരീക്ഷ എഴുതാനായിട്ട് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ പുതുക്കുന്ന സമയത്ത് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അച്ഛനെ എനിക്ക് കാശ് രൂപം തന്നു. അത് കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 2 ആഴ്ചത്തെ ഒരു പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല എങ്ങനെ എനിക്ക് ലഭിക്കാൻ, അത് ഞാൻ പാസ്സാവുമോ എന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഫെബ്രുവരി 22 സെറ്റ് പരീക്ഷ എഴുതാൻ പോവുകയാണ്, വളരെ ടെൻഷനോടെ. പക്ഷേ എനിക്കുള്ളൊരു ബലം എന്ന് പറയുന്നത് ഉടമ്പടിയിലാണ്. എൻ്റെ അമ്മ അത് എൻ്റെ ഈശോയിൽ നിന്ന് സാധിച്ചിരുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പരീക്ഷ, സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ 2 പേപ്പറുണ്ട്. ആദ്യത്തെ പേപ്പർ കാലത്തും പേപ്പർ 2 ഉച്ചയ്ക്കുമാണ്. അപ്പോൾ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു സ്ക്രൈബ് ഉണ്ടാവും. പരീക്ഷ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതി തരാനായിട്ടൊരു സ്ക്രൈബ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ആ സ്ക്രൈബിനോട് പറഞ്ഞു, മോനെ പരീക്ഷ തുടങ്ങുന്ന സമയത്ത് എന്നോട് പേപ്പർ കിട്ടുന്ന സമയത്ത് ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് എന്നോടൊന്ന് പറയണം. അപ്പം ഞാൻ പരീക്ഷ തുടങ്ങുന്ന മുമ്പ് വിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഹാളിലേക്ക് കയറിയാണ് വിശ്വാസപ്രമാണം ചൊല്ലി. ആ വിശുദ്ധ തൈലം എടുത്ത് ആൻസർ ഷീറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതും അത് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തിരുവചനമാണ് റോമ 10:9. അത് ഞാൻ എൻ്റെ കുടുംബത്തിലും എല്ലാവരോടും ആവർത്തിച്ച് അവരെല്ലാ ദിവസവും ചെല്ലുന്ന ഒരു വചനമാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ 2 സെഷനിലും 2 പേപ്പറിലും ഞാൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പേപ്പറിൽ കുരിശ് വരച്ച്, മാതാവേ ഇത് മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഇത് കർത്താവിന് കൊടുത്തിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റുന്ന മാർക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സെറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു, താൽക്കാലിക ആൻസർ കീ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് അത് കൂട്ടി നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട മാർക്ക് 96 മാർക്കാണ്. പക്ഷേ എനിക്ക് ആ പ്രൊവിഷണൽ ആൻസർ കീ കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ മാർക്ക് വെറും 93 മാർക്കാണുള്ളത്. 3 മാർക്ക് വേണം പാസ്സാവാൻ. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു, എനിക്ക് ഇനി അത് ഞാൻ അതിനുമുമ്പ് മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവിനറിയാമല്ലോ സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ എന്നെപ്പോലത്തെ ആൾക്കാർക്ക്, ഞാൻ സെറ്റ് പരീക്ഷ എഴുതാൻ പോയ സമയത്ത് എനിക്ക് സ്ക്രൈബായിട്ട് ഒരു വ്യക്തി വേണം, എന്നെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും വേറൊരു വ്യക്തി വേണം. അങ്ങനെ 2 പേരും ഓരോ സെറ്റ് പരീക്ഷ എൻ്റെ കൂടെ വരിക. അവർ വളരെ ബുദ്ധിമുട്ടിട്ട്. അപ്പോൾ കർത്താവ് അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാമെന്ന്. അപ്പം ഞാനങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ 3 മാർക്കിന് അവിടെ പോയെന്ന് വിചാരിച്ചെങ്കിൽ എൻ്റെ ഉള്ളിനുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ദിവസം റിസൾട്ട് വരണമേ എന്ന്. അങ്ങനെ ദിവസം കടന്നുപോയി. ഞാനൊരു ദിവസം ഒരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. തിരിച്ചു വന്ന് രാത്രി ഫോൺ നോക്കുമ്പോഴേക്കും എൻ്റെ മെൻറ്റർ, ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ കോച്ചിങ്ങിന് പോയിരുന്നു, എൻ്റെ മെൻറ്റർ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, റിസൾട്ട് ഔട്ടായിട്ടുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ടെൻഷനും കൊണ്ട് നോക്കിയില്ല. ഞാൻ പിറ്റേ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥനയിൽ ആയിരുന്നു. എൻ്റെ വൈഫ് നോക്കി 2:30 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്താണോ എനിക്ക് വിജയിക്കാൻ വേണ്ട മാർക്ക്, ആ മാർക്ക് നൽകി എനിക്ക് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു എനിക്ക് അധികം മാർക്ക് വേണ്ട, കാരണം അധികം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരം ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് എനിക്ക് എന്താണോ ആവശ്യം ആ മാർക്ക് എനിക്ക് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുകയാണ്. ഇനി ഈ വിജയത്തിൻ്റെ വലിപ്പം അറിയുന്നെങ്കിൽ ഈ പ്രാവശ്യം സെറ്റിൻ്റെ വിജയ ശതമാനം 15%. അതിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ എനിക്ക് അറിയാൻ സാധിച്ചത് 7%.
ആ 7% വെറും നിസ്സാരനായ എന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥ സഹായം വഴി എൻ്റെ ഈശോ ഉയർത്തി. അതിന് ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ 2013 MBA പാസ്ഔട്ടായി. ഞാൻ ആ MBA പാസ്സാവുന്നത്, ഞാൻ 2005 MBAയുടെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ബ്ലൈൻഡ് ആയതുകൊണ്ട് സ്വയമേ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ എക്സാമിന് സ്ക്രൈബിന് ലഭിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് അത് ലഭിച്ചില്ല. ഞാൻ അവസാനം മമ്മിയായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അവരോട് വളരെ ദയനീയമായി സംസാരിച്ചു, ഒന്ന് ഇത് പാസ്സാക്കി തരണേ, ഒരു സ്ക്രൈബിന് തരണേ എന്ന് പറഞ്ഞു. പക്ഷേ അവർ കട്ട് ആൻഡ് റൈറ്റായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. 80% മേലെ കാഴ്ചക്കുറവുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്ക്രൈബിനെ തരാൻ പറ്റുള്ളൂ. സാധാരണ 40% 40% ഉണ്ടായ ആൾക്കാർക്ക് സ്ക്രൈബിന് ലഭിക്കുന്നതാണ്. എനിക്ക് അതുവരെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഞാൻ പരീക്ഷ എഴുതി. ദൈവത്തിൻ്റെ അറിയാലോ, ഞാൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തി. MBAക്ക് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനെന്ന മനുഷ്യന് എനിക്ക് ഒരിക്കലും വിചാരിച്ച് നടക്കാൻ പറ്റാത്ത സംഭവമാണ്. അവിടെയും ദൈവം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ അവിടെ വിജയിപ്പിക്കുകയാണ്. പക്ഷേ പിന്നീട് ഞാൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. വർഷം കടന്നുപോയി 12 വർഷത്തിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നത് ആ പഴയ ആൾക്കാരെ തന്നെയായിരിക്കില്ലേ. ഉറപ്പായിട്ടും 12 വർഷം കഴിഞ്ഞാൽ അവർ മുടക്കം പറയും. എന്തുകൊണ്ട് അപേക്ഷിച്ചില്ല, ഇനിയിപ്പോൾ തരാൻ പറ്റൂല, അങ്ങനെ വല്ലതും മുടക്കം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒരു ബലം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ അമ്മ മാതാവ് വഴി ഞാൻ ഈശോയിൽ ചെയ്ത ഉടമ്പടിയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ചപ്പോൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് ഒരു മിസ്സിംഗ് ആണ്. അപ്പം ഞാനിത് കോണ്ടാക്ട് ചെയ്ത സമയത്ത്, ആ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ആ സാറ് പറഞ്ഞത്, ഞാൻ വളരെ പേടിച്ചിട്ടാണ് വിളിക്കുന്നത്, എന്തായിരിക്കും റെസ്പോൺസ് എന്നറിയാൻ. പക്ഷേ ആ സാറ് വളരെ മൈൽഡായിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും, പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് തന്നാൽ മതി. അങ്ങനെ അച്ഛൻ പറയുന്നത് പോലെ അവിടെ നമ്മുടെ ഭാരം ലഘൂകരിച്ച് തന്നു. ഒരിക്കലും ഞാൻ വളരെ പ്രയാസം നേരിടുമെന്ന് കരുതിയ ആ ഒരു സർട്ടിഫിക്കറ്റ്, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വരികയും മാർക്ക് ലിസ്റ്റ് പെട്ടെന്ന് വരികയും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അപേക്ഷിച്ച് അത് പെട്ടെന്ന് വരികയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഈശോയിലൂടെ മാതാവ് എനിക്ക് തന്നു. അതിനും ഞാൻ എൻ്റെ ഈശോയോടും കൃപാസന മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നത് ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്താണ്. ഇനി മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് ആദ്യ തവണ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതിയ സമയത്ത്, ഡ്രൈവിംഗ് ടെസ്റ്റ് പങ്കെടുക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല. പിന്നെ 4 വീലറിൻ്റെ ലൈസൻസ് കിട്ടിയില്ല, ടെസ്റ്റ് കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട് വന്ന് വീണ്ടും ട്രെയിനിങ് എടുത്തു, ഡേറ്റ് എടുത്തു. ടെസ്റ്റിന് പോകുന്ന സമയത്ത് മുമ്പ് ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശു വരച്ചു. ഒപ്പം വിശുദ്ധ ഉപ്പ് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു പ്രയാസം കൂടാതെ വൈഫ് 4 വീലർ ലൈസൻസ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെ മാതാവിൻ്റെ ശക്തമായ ഇടപെടലുണ്ട്. ഇനി എൻ്റെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ മകനെക്കുറിച്ചാണ്. എൻ്റെ 2ാമത്തെ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ തൊട്ടടുത്ത സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ആ സ്കൂളിന് ഒരു 102 വർഷം പഴക്കമുണ്ട്. ആ 102 വർഷം പഴക്കമുള്ള സ്കൂളിൽ സബ് ജില്ലാ കലോത്സവം വേറെ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ കുറേ കുട്ടികൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. ആകെ 2
തവണ മാത്രമാണ് ആ സ്കൂളിൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വർഷം എൻ്റെ മോൻ ഉൾപ്പെട്ട റിലേ ടീമിന് സെക്കൻഡ് ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ മോൻ പങ്കെടുക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം നെറ്റിയിൽ പുരട്ടുകയും കയ്യിലും കാലിലും പുരട്ടുകയും തേനും ഉപ്പും നൽകി അവന് വിടുകയും ചെയ്തു. ഇതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. ഇനി ഇതിനേക്കാൾ ഉപരി ഇതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ്, എല്ലാവർക്കും ഇവിടെ എന്താ പറയുക, സുഗന്ധാഭിഷേകവും എല്ലാം കിട്ടുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കണമെന്ന്. പക്ഷേ എനിക്ക് ലഭിക്കാറില്ല. ഞാനിങ്ങനെ മൂക്കൊക്കെ തുറന്നിരിക്കും, എനിക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്നൊക്കെ ഞാൻ എടുക്ക ചോദിക്കും, എനിക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പക്ഷേ ഞാൻ ഈ തീർത്ഥാട ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായന തുടങ്ങിയ സമയത്ത് പഴയ നിയമത്തിൽ ലേവിയയുടെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാനൊരു ബലഹീനനായ മനുഷ്യനാണെന്ന് പറഞ്ഞല്ലോ. അത് വായിക്കുന്ന സമയത്ത് എനിക്ക് ബലഹീനമായൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ഒരുപാട് കോംപ്ലക്സ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് സാക്ഷ്യ കൂടാരത്തിൽ സ്പർശിക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ച കുറച്ച് വിഭാഗങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ ബൈബിൾ വായിക്കുന്ന ഓഡിയോ ബൈബിളാണ്, ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ വളരെ ഷോക്ക്ഡായി. ദൈവമേ, ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ആളുകളാണോ? ആ വിഷമം അതൊരു വലിയ നോമ്പ് സമയത്താണ്. ആ വിഷമം എനിക്ക് മാറ്റിത്തരിക ഉണ്ടായിരുന്നു. അതായത് ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും പെസഹ വ്യാഴാഴ്ച കാലുകൾ ശുശ്രൂഷയിൽ അച്ഛൻ അന്ന് തിരഞ്ഞെടുത്തത് 12 ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാനിവിടെ 1ാമത്തെ പുതുക്കൽ വന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ്, കർത്താവ് മാത്രമല്ലടാ നിൻ്റെ കൂടെ ഉള്ളത്, ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് 1ാമത്തെ പുതുക്കൽ എൻ്റെ മാതാവിനും കിട്ടി. അപ്പോൾ എൻ്റെ സംശയത്തിന് അവിടെ നല്ല ആൻസറിങ് കിട്ടി. എനിക്ക് ഇത് മതി, വേറെ സുഗന്ധാഭിഷേകം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ അഭിഷേകം മാത്രം മതി. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഉടമ്പടിയിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് പ്രസൻസാണ്. ആ പ്രസൻസ് എനിക്ക് ഈ അനുഭവത്തോടെ ലഭിച്ചു. അതിന് ഒത്തിരി ഞാൻ ദൈവത്തോടും എൻ്റെ അമ്മയോടും നന്ദി പറയുകയാണ്. ഇനി ഉടമ്പടിയിൽ ആവുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. പക്ഷേ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്ഥിരത പാലിച്ചിരുന്നില്ല. കുറേ നാളായിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. കൊറോണ വന്ന ശേഷം ദിവ്യബലിയും ആകെ താറുമാറായി. ഇതെടുത്ത ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മിസ്സായിട്ടില്ല. പിന്നെ ഞാൻ കുടുംബ പ്രാർത്ഥന ചെറുപ്പമായ സമയത്ത്, കുട്ടിയായ സമയത്തൊക്കെ മുട്ടൂത്തിയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ വലുതായ സമയത്ത് ആ മുട്ടൂത്തൽ മാറി പിന്നെ കസേലിരുന്നായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കിടന്ന് പ്രാർത്ഥിക്കുന്നതും മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നതിലും പല അനുഭവങ്ങളുണ്ടെന്ന്. എനിക്കത് എന്നിൽ തിരിച്ചറിവുണ്ടാക്കി. ഞാൻ അതിനുശേഷം കുടുംബ പ്രാർത്ഥന മുട്ടുകുത്തിയാണ് ചെല്ലുന്നത് എല്ലാ ദിവസവും. പിന്നെ ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്നൊരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് പള്ളിയുള്ളത്. എനിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റാത്തില്ല, ഞായറാഴ്ച പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ പ്രാവശ്യം ഇതിനു മുമ്പത്തെ ഉടമ്പടി, അതായത് 2ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഒരു തീരുമാനം എടുത്തു. അതായത് എങ്ങനെയെങ്കിലും ഞായറാഴ്ച ദിവസം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും
ഞാൻ ധ്യാനത്തിൽ കുർബാനയ്ക്ക് പങ്കെടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഈ ദിവ്യവേലയിൽ പങ്കെടുക്കാൻ എനിക്ക് ദൈവമായിട്ട് ഒരു തന്നു. എനിക്ക് ഞങ്ങൾക്ക് കുടുംബത്തോടെ എല്ലാ ഞായറാഴ്ചയും പോകാനായിട്ട് വളരെ ക്ഷമയോടെ ഞങ്ങളെ കൊണ്ടുവരാനും ഒരാളെ ദൈവം നിയോഗിച്ചു തരികയും ചെയ്തു, ഏർപ്പെടുത്തി തരികയും ചെയ്തു. അതിനും ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ചെറിയ കുറച്ച് കാഴ്ച കുറവുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനുള്ളൊക്കെ ഒരു ശേഷി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ സ്വയമേ ദിവ്യകാരണം സ്വീകരിക്കാനായിട്ട് പോകുമായിരുന്നു, ആരുടെയും സഹായമില്ലാതെ. പക്ഷേ എനിക്കിപ്പോൾ കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്കൊരാളുടെ ഹെൽപ്പ് വേണം. അപ്പം ഞാൻ ഈ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരാളുടെ കയ്യും പിടിച്ചിങ്ങനെ തപ്പി നടക്കുന്ന നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ എടുത്ത ശേഷം അങ്ങനെ ഒരു പ്രയാസമില്ല. എനിക്ക് വളരെ സന്തോഷമായിട്ട് എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ദൈവം അവസരം തരുന്നുണ്ട്. എനിക്ക് 41 വയസ്സായി. ഞാൻ 40 വർഷവും ഒരു ഉപവാസമോ വലിയ നോമ്പോ അല്ലെങ്കിൽ ചെറിയ നോമ്പോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം നോമ്പെടുക്കും, എന്തെങ്കിലും നോൺ വെജ് കാണുമ്പോൾ അവിടെ തീർന്നു, പിന്നെ എൻ്റെ നോമ്പ് തീർന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കെയാണ് എനിക്ക് ഇത് എടുക്കാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചത്. ഞാൻ അതിനുശേഷം കഴിഞ്ഞ വർഷം തൊട്ട് ഒരു ഉപവാസം പോലും ഞാൻ മുടക്കിയിട്ടില്ല, ഒരു നോമ്പും മുടക്കിയിട്ടില്ല. ഞാൻ പിന്നെ അച്ഛൻ പറയുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കലും ഉപവസിക്കും, സാധ്യമെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും. അപ്പോൾ ചില ഉപവാസങ്ങൾ ഞാൻ പൊതുവായ മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കും. അവർക്ക് എന്തെങ്കിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാഴ്ചവെക്കും. പിന്നെ ദൈവം ദാനമായി തന്ന ജോലിയാണിത്. ദൈവം ദാനമായി തന്ന ശമ്പളത്തിൻ്റെ ഒരു ചെറിയ അംശം ദൈവം എനിക്ക് വഴിയൊരുക്കി തരുന്നുണ്ട്. ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാനൊരു മാധ്യമം മാത്രമാണ്. ദൈവം എനിക്ക് കാണിച്ചു തന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ ദൈവം തന്ന ദാനത്തിൽ നിന്നും ഒരു അംശം ഞാൻ കൊടുക്കുന്നു. ഞങ്ങളുടെ കോഴിക്കോട് ഒരു വൃദ്ധമന്ദിരമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അപ്പന്മാരെയും അമ്മമാരെയും പോയി കാണും, പ്രായമുള്ള ആൾക്കാരെ. അവർക്ക് എന്ത് സ്നേഹമാണെന്നറിയോ? നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ആൾ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും, എന്താ പിറ്റേ പ്രാവശ്യം പോകുമ്പോൾ അവരെന്തുകൊണ്ട് നിങ്ങളെന്താ വരാത്തതെന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ പോയ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് ഒരാൾ ഓടി വന്ന് ഞങ്ങളെ കണ്ടിട്ട് അവിടെ നിന്ന് ഓടി വരെ ചെയ്തു, വളരെ സന്തോഷത്തോടെ. അതൊക്കെ ആ ഒരു കാര്യത്തെ, ആ ഒരു പുണ്യപ്രവൃത്തിയെ എന്നെ യോഗ്യനാക്കിയ, എന്നെ ഒരുക്കിയ എൻ്റെ ദൈവത്തോടും അമ്മമാതാവിനോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇതിൽ കൂടെ ഒരു സാക്ഷ്യം ഒരു അനുഭവം പറയാൻ വിട്ടുപോയി. എൻ്റെ മമ്മിക്ക് വളരെ കടുത്ത ഒരു പനിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വസ്ത്രമണം ചൊല്ലി നാവിൽ വെച്ചു. സെക്കൻഡിനുള്ളിൽ പനി പോയി. മമ്മി പറഞ്ഞത് എന്തത്ഭുതമാണ്, പെട്ടെന്ന് പനി പോയി. അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആൾക്കാർക്ക് അത് നിസ്സാരമായി തോന്നും. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഓരോ സാക്ഷ്യവും നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് മാത്രമല്ല, അപ്ഗ്രേഡും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഒരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് പറഞ്ഞു, ഒരു ചേച്ചിയുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടായ സമയത്ത് വിശുദ്ധ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രയോഗിച്ച ശേഷം ആ പാമ്പിൻ്റെ ശല്യം മാറിയെന്ന് ചേച്ചി അവിടെ സാക്ഷ്യപ്പെടുത്തുകയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം രാത്രി ഒരു പറത്തവള എന്ന് ഞങ്ങളോട് പറയുന്നത്, അത് കയറിയപ്പോൾ അത് ഓടിക്കാനായിട്ട് എനിക്കും ബാക്കി ആർക്കൊന്നും സാധിക്കുന്നില്ല. എവിടെ പോയെന്ന് എവിടെയും കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വന്നു, അമ്മ മാതാവിൻ്റെ ആ വിശുദ്ധ ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രയോഗിക്കാമെന്ന്. ഞാൻ പ്രയോഗിച്ചു കൊണ്ട് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ തവള ഏതിലൂടെയാണ് കയറിയത്, അതിലൂടെ തന്നെ അമ്മ ഒന്ന് പുറത്താക്കണേ. അത്ഭുതം എന്ന് പറയട്ടെ, പിന്നെ അങ്ങനെ ഒരു ശല്യം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ എളിയ സാക്ഷ്യം ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം
2-ാം അധ്യായം 31-ാം തിരുവചനം. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. ശിമയോൻ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് നൽകിയ വലിയ ഒരു പ്രവചനമായിരുന്നു അത്. എൻ്റെ കണ്ണുകൾ ഈ രക്ഷ കണ്ടുകഴിഞ്ഞു. ശിമയോനെ വളരെ കാലമായി യേശുവിനെ പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷ കാണുമെന്ന് ഇസ്രായേൽ ജനത്തോട് വാഗ്ദാനം ചെയ്ത, പ്രവാചകന്മാരുടെ വാഗ്ദാനം ചെയ്ത രക്ഷ കാണും എന്ന് കാണുന്നതുവരെ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് പോവുകയില്ല എന്ന ഒരു പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സുവിശേഷത്തിലെ ശിമയോൻ. അദ്ദേഹം ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തുകൊണ്ടാണ് ഒരു വലിയ പ്രവചനം ചെയ്തത്. ഇന്നിവിടെ സെബാസ്റ്റ്യൻ എന്ന സർ ഇവിടെ വന്ന് വലിയ ഒരു ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. കണ്ണുള്ള നമുക്കെല്ലാവർക്കും പറയുവാനും ചെയ്യുവാനും സാധിക്കാത്ത അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അദ്ദേഹത്തിന് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. അന്ധനായൊരു മനുഷ്യനെ ഈശോ കണ്ണുകളിൽ ചെളി പുരട്ടി നീ സിലോഹാക്കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ നീ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനുഷ്യരെയെല്ലാം മരങ്ങളെ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കാഴ്ചകൾ വ്യക്തമാകുവാനുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി കൂടിയാണ് ഈ ഉടമ്പടി എന്ന് ഇന്ന് സെബാസ്റ്റ്യൻ സാർ നമ്മളോട് ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെയധികം തനിക്ക് യോഗ്യതയില്ല എന്ന് കരുതിയ എല്ലാ കാര്യങ്ങൾക്കും കൃപ നൽകി വിജയം നൽകിയ വലിയ വലിയ സാക്ഷ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സെറ്റ് എക്സാം 4ാമത്തെ തവണ പാസ്സായത് ഉടമ്പടിയെടുത്തതിന് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. അതുപോലെ തന്നെ 12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് MBA സർട്ടിഫിക്കറ്റ് യാതൊരു തരത്തിലുള്ള തടസ്സവും കൂടാതെ അദ്ദേഹത്തിന് എല്ലാവരും റിജക്റ്റ് ചെയ്ത ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും ചെന്നപ്പോൾ വളരെ സൗമ്യമായി അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് പ്രാപിച്ചെടുത്തത്. വൈഫിനെ മോണ്ടിസോറി എക്സാം പാസ്സാകുവാനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് 4 വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 2ാമത്തെ തവണ അദ്ദേഹം തന്നെ വൈഫിന് വിശുദ്ധ ഉപ്പ്, ഉടമ്പടി ഉപ്പ് കൊടുത്തു വിട്ടു. കൃത്യമായി പ്രാർത്ഥിച്ച് വിതറി നീ പരീക്ഷയിൽ പങ്കെടുക്കണം. മകൾക്കും വൈഫിനും വലിയ ഒരു വിജയമാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ചത്. മകൻ പഠിക്കുന്നത് 1-ാം ക്ലാസ്സിൽ 102 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിലാണ്. ആകെ 2 വിജയങ്ങളെ അവിടെ കായികമേളയിൽ ഉണ്ടായിട്ടുള്ളൂ. അതിന് ഈ ഡിസ്ട്രിക്റ്റ് ലെവലുള്ള ഒരു വലിയ വിജയമാണ് ഈ കുഞ്ഞുമാന് നൽകിയിരിക്കുന്നത്. അങ്ങനെ എവിടെയെല്ലാം മകനെ അതിനും ഒരുക്കമായി ഉടമ്പടി തൈലം പൂശി ഉപ്പ് കഴിക്കാൻ കൊടുത്തുകൊണ്ടാണ് മകനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടത്, കോമ്പറ്റീഷന് പറഞ്ഞു വിട്ടത്. എപ്പോഴും വലിയ വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തൻ്റെ ഒരു ചെറിയ ബലഹീനത എടുത്തു മാറ്റണമേ എന്നുള്ള ഒരു ഉൾക്കാഴ്ച നൽകണമേ എന്നുള്ള പ്രാർത്ഥന പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുവാനും ഈശോയുടെ സ്പർശനം ലഭിക്കുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹവും അഭിഷേകവും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. എല്ലാറ്റിലുമുപരി ഇതൊരു ജീവിതക്രമമായി അദ്ദേഹം ഇന്ന് കുടുംബവും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തിരുസഭയുടെ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ വചനം വായിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും ഇവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ എല്ലാ പ്രബോധനങ്ങളും ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൊവ്വാഴ്ചകളിലാണ്. അച്ഛൻ അതുകൊണ്ടാണ് പ്രബോധനങ്ങൾ കൃത്യമായി കേൾക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നിത്യതയെ പ്രാപിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം അച്ഛൻ ചെയ്യുന്നത്. ഉടമ്പടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവവിളിയായിട്ടാണെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് സെബാസ്റ്റ്യൻ സാറിന് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവവിളിയാണ്. നമ്മെ എല്ലാവരെയും ഉണർവിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തെ ചെക്ക് ചെയ്യാൻ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയായി ഒരു പ്രേരണയായി നമുക്കിതിനെ സ്വീകരിക്കാം. സെബാസ്റ്റ്യനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ സെബാസ്റ്റ്യനെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധ അമ്മയുടെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ജീന ടീച്ചറിനെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ